നേട്ടങ്ങളും നിങ്ങളെ തേടി വരുവാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടിയും യാത്രകൾ ചെയ്യേണ്ടി വരും. പുണ്യസ്ഥലങ്ങൾ ദർശിക്കുന്നതിന് വേണ്ടി ഒരുപാട് യാത്രകൾ നടത്തേണ്ടി വരും. ഇതിലൂടെ എല്ലാം നിങ്ങൾക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും സംതൃപ്തിയും നേടുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ദീർഘദൂര യാത്രയ്ക്കായി നിങ്ങൾ പണം ചെലവാക്കേണ്ടി വരുന്ന ഒരു സമയവും കൂടിയാണ്. അപ്പോൾ ജോലി സംബന്ധമായിട്ടും അല്ലാതെയും ഒരുപാട് യാത്രകൾ ഈ ഒരു വർഷത്ത് കാണുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനും സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. അപ്പോൾ അങ്ങനത്തെ രോഗാവസ്ഥ എന്തെങ്കിലും ഒരു കാണുന്നു, നമ്മുടെ ശരീരത്തിൽ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുന്നു എന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുന്നത് വളരെ നല്ലതായിരിക്കില്ല. അതായത് ഈ ഒരു വർഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പതിവുപോലെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. പുതിയ പുതിയ കാര്യങ്ങളോട്ട് ഇറങ്ങുന്നത് അത്ര വിജയിക്കാൻ 100% വിജയിക്കുവാൻ സാധ്യത കുറവ്. നേരത്തെ പറഞ്ഞതുപോലെ മുന്നൊരു പരാജയം സംഭവിച്ചതിന് ശേഷമായിരിക്കും വിജയത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം ചെയ്തു പോയി കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ മുന്നോട്ട് പോകും. പുതിയ പുതിയ കാര്യങ്ങളോട്ട് ഇറങ്ങുമ്പോഴേക്കും നഷ്ടം വന്നതിന് ശേഷം മാത്രമേ അടുത്തൊരു ലാഭത്തിലോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്കതൊരു വീണ്ടും ഓപ്പൺ ചെയ്ത് വീണ്ടും ലാഭത്തിലോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ധനച്ചെലവും അതുപോലെ തന്നെ മെൻ്റൽ സ്ട്രെസ്സും എല്ലാം വേണ്ടി വരും. അതുകൊണ്ടൊന്ന് ശ്രദ്ധയോടു കൂടി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ രീതിയിലുള്ളൊരു രോഗ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും